നമസ്കാരം. പ്രധാന വാർത്തകൾ. മുൻ രാഷ്ട്രപതി കെ.ആർ. നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തില്ല. രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അടക്കം പങ്കെടുത്തു. 2024 രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദാണ് കെ.ആർ. നാരായണന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് നടപടികൾ തുടങ്ങിയത്. ഒമാൻ സന്ദർശനത്തിലായിരുന്നതിനാൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല. പ്രതിപക്ഷ നേതാവും പങ്കെടുത്തില്ല. എൻ.എം. വിജയന്റെ ആത്മഹത്യയിൽ കുറ്റപത്രം സമർപ്പിച്ചു. വയനാട് DCC ട്രഷററായിരുന്ന N.M. വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണാ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. IC ബാലകൃഷ്ണൻ MLA ഒന്നാം പ്രതിയാക്കിയാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ബത്തേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘ തലവനും ബത്തേരി ഡിവൈഎസ്പിയുമായ KK അബ്ദുൾ ഷെരീഫ് കുറ്റപത്രം സമർപ്പിച്ചത്. വയനാട് DCC മുൻ പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ ട്രഷറർ KK ഗോപിനാഥൻ എന്നിവരാണ് കേസിലെ 2-3 പ്രതികൾ. കേസിൽ നേരത്തെ അറസ്റ്റിലായ 3 പ്രതികൾക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് N.M. വിജയന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കളിക്കുന്നതിനിടെ കുപ്പിയുടെ അടപ്പ് വിഴുങ്ങി 4 വയസ്സുകാരന്റെ ദാരുണാന്ത്യം. ആദൂർ കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവമുണ്ടായത്. കളിക്കുന്നതിനിടെ പെട്ടെന്ന് കുട്ടി ബോധരഹിതനായി വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ മരത്തങ്കോട് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അപ്പോഴേക്കും മരണം സംഭവിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുരുങ്ങിക്കിടക്കുന്നത് കണ്ടത്. കളിക്കുന്നതിനിടെ അടപ്പ് വിഴുങ്ങി കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചതാകാമെന്നാണ് ആശുപത്രി അധികൃതരുടെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും അറിയിച്ചു. ആനപ്പിണ്ടവുമായി റാന്നി DFO ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. മലയോര മേഖലയിൽ രൂക്ഷമാകുന്ന വന്യമൃഗശല്യത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി P. മോഹൻരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാട്ടുമൃഗങ്ങളുടെ ശല്യം അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് മോഹൻരാജ് പറഞ്ഞു. വനത്തിനുള്ളിലെ പ്ലാന്റേഷൻ മേഖലയിൽ സോളാർ വേലിയിട്ട് വനം വകുപ്പ് സംരക്ഷിക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി സ്വൈരവിഹാരം നടത്തുന്നുവെന്നും വനവും ജനവാസ മേഖലയും അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സോളാർ വേലി സ്ഥാപിക്കുവാൻ വനം വകുപ്പിനോ രാഷ്ട്രീയ നേതൃത്വത്തിനും സാധിക്കാത്തത് വൻ വീഴ്ചയാണെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. വടശ്ശേരിക്കര കുമ്പളത്താമൺ മേഖലയിൽ ചൊവ്വാഴ്ച ഇറങ്ങിയ കാട്ടാനയുടെ പിണ്ടവും വഹിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി താഴിലത്ത് അധ്യക്ഷത വഹിച്ചു. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. V. ശിവൻകുട്ടിയെ പരിഹസിച്ച സുരേഷ് ഗോപി. ഇടുക്കി വട്ടവടയിലെ കലുങ്കു സംവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നായിരുന്നു പരിഹാസം. വട്ടവടയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി. തനിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ആളാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി. അവരിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നും അവരൊക്കെ മാറട്ടെ എന്നും നമുക്ക് പിന്നീട് ആലോചിക്കാമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്.